നമ്മളോടൊത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി ഈ വർഷം തിരുപ്പട്ടം സ്വീകരിച്ച നവവൈദികനായ ബഹുമാനപ്പെട്ട മിഥുൻ വടക്കേത്തലച്ചനാണ്. അച്ഛൻ കാരമുക്ക് ഇടവക അംഗമാണ്. അതിനേക്കാളേറെ ഞാൻ നെസ്റ്റ് ഡീഅഡിക്ഷൻ സെൻ്ററിൽ സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ റീജൻസി ബ്രദറായി സ്തുത്യർഹമായ സേവനം എന്നോടൊപ്പം ചെയ്ത അച്ഛൻ കൂടിയാണ്. നമുക്ക് കരങ്ങളടിച്ച് നമുക്ക് നമ്മുടെ അച്ഛനെ നമ്മുടെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛന് വൈദിക ജീവിതം ആരംഭിക്കുന്നതേ ഉള്ളൂ. നമുക്ക് വിശുദ്ധ കുർബാനയും അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛൻ അഭിഷേകമുള്ള വിശുദ്ധനായ ദൈവത്തിനും ദൈവജനത്തിനും പ്രീതികരമായി ജീവിക്കുന്ന അഭിഷേകമുള്ള അച്ഛനായി ജീവിതകാലം മുഴുവൻ വൈദികവൃത്തി ചെയ്യാൻ, വൈദികനായി ജീവിക്കാൻ, മാതൃകാ വൈദികനായി ജീവിക്കാൻ, വിശുദ്ധനായി ജീവിക്കാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വിശുദ്ധ കുർബാന നവനാൾ കുർബാനകൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ചാലിശ്ശേരി കാളത്തോട്ടുകാരൻ മേരി പീറ്റർ ആൻഡ് ഫാമിലി, വടക്കൻ മെറീന രാജു ആൻഡ് ഫാമിലിയാണ്. ഈ രണ്ട് കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുന്നതും കുർബാന മധ്യ കാഴ്ച സമർപ്പണം നടത്തുന്നതും സെൻറ് ആന്റണീസ് യൂണിറ്റും സെൻറ് യൂപ്രാസ് യൂണിറ്റിലെയും കുടുംബങ്ങളാണ്. നമുക്ക് ഈ രണ്ട് കുടുംബ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും തമ്പുരാന്റെ കരങ്ങളിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് നവനാൾ നിയോഗങ്ങൾ നമുക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. മിഥുനച്ഛനെയും നമ്മുടെ ഈ ബലിയിൽ പ്രത്യേകം അനുസരിച്ച് സ്മരിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ജോസിന്റെ സ്വാഗതത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാൾ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ മഹത്വപൂർണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധരെ ഞങ്ങൾ ഇന്ന് അനുസ്മരിക്കുന്നു. അവരെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ഈ ദിവരഹസ്യങ്ങൾ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായി നിങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. Thank you.
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇവയെല്ലാം എഴുതിയത് ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് അറിയേണ്ടതിനാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചെയ്താൽ അവിടുന്ന് കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. നാം ചോദിക്കുന്നതെല്ലാം അവിടുന്ന് കേൾക്കുമെന്നും നമുക്കറിയാമെങ്കിലും നാം ചോദിച്ചവ കിട്ടിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. മരണത്തിലേക്ക് നയിക്കാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണത്തിലേക്ക് നയിക്കാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണത്തിലേക്ക് നയിക്കുന്ന പാപമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത് എല്ലാം അധർമ്മവും പാപമാണ്. എന്നാൽ മരണത്തിലേക്ക് നയിക്കാത്ത പാപമുണ്ട്. ദൈവത്തിൽ നിന്നും ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവനും ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുകയാണെന്നും നാം അറിയുന്നു. ദൈവപുത്രൻ വന്നതെന്നും സത്യസ്വരൂപനെ അറിയുവാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ ഈശോമിശിഹായിലുമാണ്. ഇവരാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുവിൻ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 18-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. നമുക്കിരിക്കാം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ലിജോച്ച സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ അന്നൈവ പള്ളിയിലോട് നിൽക്കാനായിട്ട്.
ഞാൻ ഈ ദേവാലയത്തിന് ഒരുപാട് അതിശയത്തോടുകൂടെ പലപ്പോഴും നോക്കിയിട്ടുള്ള ദേവാലയമാണ്. ലിജോച്ചൻ എൻ്റെ നെക്സ്റ്റിൽ ഞാൻ റീജൻസി ചെയ്യുന്ന സമയത്ത് എൻ്റെ റീജൻസിയുടെ ഡയറക്ടറായിരുന്നു, ബോസായിരുന്നു. എന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഒരുപാട് വളർത്തിയിട്ടുള്ളത് ലിജോച്ചൻ്റെ കീഴിലുള്ള ഒരു 4 മാസക്കാലമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു 4 മാസക്കാലം. അതുകൊണ്ട് തന്നെ ലിജോച്ചൻ വിളിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞാൻ വന്നത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവർ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് കേട്ടത്. ഒരു ശിശുവിനെ പോലെ ആകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ മികച്ചവനെന്ന് ക്രിസ്തു മറുപടി പറയുന്നുണ്ട്. എനിക്ക് ഈ ദൈവഭാഗം പറയുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഞാൻ കാറ്റീസം പഠിപ്പിക്കാൻ പല ഇടവകളിൽ 3 ഇടവകളിൽ പോയിട്ടുണ്ട്. അതിൽ ഒരു ഇടവകയിൽ പോയപ്പോൾ നമ്മുടെ നല്ലവരായ നമ്മുടെ ഉണ്ണികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അത് അവർ പിന്നിൽ പോയിട്ടാണല്ലോ ഇരിക്കുക. നല്ല ചേട്ടന്മാർ ACC +2 പഠിക്കുന്നവർ, അവർക്ക് ഏറ്റവും ഇഷ്ടം പിന്നിൽ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ ഫ്രണ്ടിലേക്ക് ഇരിക്കി. അപ്പോൾ ഒരു മടുക്കം വന്ന് പറയാണ്, അച്ഛാ, കർത്താവ് എന്താണ് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും വലിയവനായിട്ട് പിന്നിൽ പോയിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാമായിരുന്നു, നിങ്ങളും ശരിക്കും ആ കാര്യങ്ങളൊക്കെ വചനം കറക്റ്റ് പാലിക്കുന്ന ആൾക്കാരാണ്. ഫ്രണ്ടിലെ ആൾക്കാരൊന്നും ഇല്ല, ബാക്കിലെ ആൾക്കാരുണ്ട്. കറക്റ്റ് വചനം പാലിക്കുന്ന ആൾക്കാരാണ് സെൻറ്റ് ആൻസ് പള്ളിയിലെ ആൾക്കാർ. ഞാനത് വളരെയധികം സന്തോഷിക്കുന്നു. നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ മുമ്പിൽ വളരെ സാധാരണ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന അഭിനന്ദനങ്ങൾ. അങ്ങനെ ഇങ്ങനെ പറയാൻ എനിക്ക് വളരെ പേടി. എന്തുകൊണ്ടാണ് ഈ വചനം ഇങ്ങനെ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു ഈ വചനത്തിൽ കർത്താവ് തീർച്ചയായും ഉദ്ദേശിച്ചിരിക്കുന്നത് ഭൗതികമായ നമ്മുടെ കുറേ ആഗ്രഹങ്ങളെയാണ്. നമുക്കെല്ലാവർക്കും സമൂഹത്തിൽ ഒന്നാമനാകാൻ ഭയങ്കര ആഗ്രഹം. എല്ലാവരും നമ്മളൊന്ന് പ്രശംസിക്കാൻ ഭയങ്കര ആഗ്രഹം. എല്ലാവരും നമ്മൾ തോളി തട്ടിക്കൊണ്ട് നമ്മളെന്ത് ചെയ്താലും വളരെ നന്നായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം. ഞാനൊക്കെ ഈ കുർബാന കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി തുടങ്ങുമ്പോൾ നിങ്ങൾ വന്നിട്ട് അച്ഛാ നല്ല പാട്ടായിരുന്നു എന്ന് കേൾക്കാനും ഭയങ്കര ആഗ്രഹം. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് സ്വയം പൊക്കി പറയുന്നത് കേൾക്കാൻ, സ്വയം ഈ മറ്റുള്ളവർ സ്വയം ഉയർത്തുന്നത് കേൾക്കാൻ. പക്ഷേ കർത്താവ് പറയുന്നത് മനുഷ്യരുടെ ഹൃദയ വിചാരങ്ങളല്ല, മറിച്ച് ദൈവം നോക്കുന്നത് നമ്മുടെയെല്ലാം ഉള്ളിലുള്ള കാര്യങ്ങൾ. മനുഷ്യൻ ശ്രദ്ധിക്കുന്നതല്ല പലപ്പോഴും ദൈവം ശ്രദ്ധിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-34 തിരുവചനത്തിൽ ശിഷ്യന്മാരുടെ ഇടയിൽ പോലും ഒരു തർക്കമുണ്ടാകുന്നുണ്ട്. ആരാണ് ഞങ്ങളിൽ വലിയവൻ? ആരാണ് ഈ 12 ശിഷ്യരിൽ വലിയവൻ എന്ന തർക്കം? ആ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സബദീ പുത്രന്മാരുടെ അമ്മ വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഒരു മകനെ നിന്റെ വലത്തുവശത്തും മറ്റു മകൻ നിന്റെ ഇടത്തുവശത്തും കൂട്ടിയിരുത്തണമെന്ന്. നമ്മൾ പുറപ്പാട് പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ സമൂഹത്തെ കൊണ്ടുവരുന്ന മോശയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിൻ്റെ സൈന്യനിരയല്ല എതിരെ വരുന്ന രാജ്യങ്ങളെ പരാജയപ്പെടുത്തുന്നത്. ഒരുപാട് രാജ്യങ്ങളായിട്ട്, ഒരുപാട് ചെറിയ ചെറിയ ദേശങ്ങളായിട്ട് യുദ്ധം ചെയ്ത് തന്നെയാണ് മോശയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സമൂഹം മുന്നോട്ട് കുതിക്കുന്നത്, വാഗ്ദാന നാട്ടിലേക്ക് കുതിക്കുന്നത്. അവരുടെ ബലം എന്ന് പറയുന്നത് ഒരിക്കലും സൈന്യനിരയായിരുന്നില്ല, മറിച്ച് പ്രാർത്ഥനയായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ അമലേക്കിലുമായിട്ടുള്ള യുദ്ധം നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ മോശ ഈ സൈന്യനിരയെ മുഴുവൻ വിട്ടതിന് ശേഷം മലയിൽ കയറി കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. തിരുവചനം പറയുന്നു, മോശയുടെ കൈ എപ്പോഴെല്ലാം ഉയർന്നു നിന്നുവോ അപ്പോഴെല്ലാം ഇസ്രായേൽ സമൂഹം ജയിച്ചു കൊണ്ടിരുന്നു. മോശയുടെ കൈ എപ്പോഴെല്ലാം താഴ്ന്നു പോകുന്നുവോ അപ്പോഴെല്ലാം ഇസ്രായേൽ സമൂഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. സൈന്യനിരയായിരുന്നില്ല വിജയം വരിച്ചിരുന്നത്, മറിച്ച് പ്രാർത്ഥനയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും ആകർഷിക്കുന്നത് പുറമേയുള്ള മോടികളാണ്, പുറമേയുള്ള കുറേ കാര്യങ്ങളാണ്. വലിയ ആളാണ് നമ്മൾ പറയുന്നത്, ചിലപ്പോൾ കുറേ സ്ഥാനമാനങ്ങളുള്ള വ്യക്തികളായിരിക്കാം,
പൈസയുള്ള വ്യക്തികളായിരിക്കും. അങ്ങനെ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പുറമേയുള്ളത്. പക്ഷെ ദൈവം കാണുന്നത് നമ്മുടെ എല്ലാം ഹൃദയമാണ്. ദൈവം പോലും എത്രയോ ഉന്നതനാണ്. അത്രയും ഉന്നതനായിരുന്ന ദൈവം ഈ മനുഷ്യനായി അവതരിക്കുന്നത് പോലും സ്നേഹത്തിൻ്റെ പേരിലാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ കാണുന്നുണ്ട്, തൻ്റെ ഏകജാതനം നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ പേരിലാണ് ദൈവം അവിടെ നിന്ന് ഇറങ്ങി ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഫുൾട്ടൻ ചേച്ചിയുടെ ജീവിതത്തിൽ ചെറിയൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഫുൾട്ടൻ ചേച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ്റെ വീട്ടിലേക്ക് പോകും. ഫുൾട്ടൻ ചേച്ചൻ അമേരിക്കയിലെ സുപ്രസിദ്ധനായ ഒരു റേഡിയോ പ്രഭാഷകനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വിശുദ്ധനാണ്. അദ്ദേഹം ആ അമേരിക്കൻ നാടുകളിൽ റേഡിയോ പ്രഭാഷണത്തിലൂടെ വചനങ്ങൾ ഘോഷിച്ച് ഒരുപാട് ആളുകളെ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വളരെ വിശുദ്ധനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങാണ്. കസിൻ്റെ വീട്ടിൽ ചെറിയ ഒരു കുട്ടിയുണ്ട്. അവളുടെ വീട്ടിലേക്ക് എപ്പോഴൊക്കെ ഫുൾട്ടൻ ചേച്ചിയിൽ പോകുന്നു അപ്പോഴെല്ലാം അവൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു സമ്മാനപ്പൊതി ഫുൾട്ടൻ ചേച്ചിയുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഫുൾട്ടൻ ചേച്ചി കസിൻ്റെ വീട്ടിലേക്ക് പോവാം. കസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കയ്യിൽ സമ്മാനപ്പൊതി കരുതിയിട്ടുണ്ട്. വാതിൽ മുട്ടി, വാതിൽ തുറന്നു. കസിൻ വാതിൽ തുറന്നു. നമ്മുടെ ചെറിയ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അങ്കിൾ എപ്പോഴൊക്കെ വന്നാലും തനിക്ക് കൊണ്ടുവരുന്ന ഒരു സമ്മാനപ്പൊതിക്ക് വേണ്ടിയിട്ട് ആ ഉണ്ണി ഫുൾട്ടൻ ചേച്ചിയുടെ നേരെ കൈയൊന്ന് നീട്ടി. ഫുൾട്ടൻ ചേച്ചി തൻ്റെ കയ്യിലാണ് സമ്മാനപ്പൊതി പുറകിൽ പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ഈ ചോദ്യത്തിന് നീ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ ഈ സമ്മാനപ്പൊതി നിനക്ക് ഞാൻ തരും. അവൾ പറഞ്ഞു, അങ്ങള് ധൈര്യം ചോദിച്ചോ, ഞാൻ എന്തായാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയും. അപ്പോൾ ഫുൾട്ടൻ ചേച്ചി അവളോട് ചോദിച്ചു, മോളെ നീ ഈ അങ്കിളിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്? മോളെ നീ ഈ അങ്കിളിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്? അവൾ പറഞ്ഞു, അങ്കിളെ ഞാൻ ഈ അങ്കിളിനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. ഫുൾട്ടൻ ചേച്ചി പറഞ്ഞു, നീ എന്നെ ഇത്രയേ സ്നേഹിക്കുന്നുള്ളൂ? ഇതിനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന എത്രയോ ഇടവകക്കാർ എൻ്റെ ഇടവക പള്ളിയിലുണ്ട്. ഞങ്ങളൊക്കെ ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്. അതൊക്കെ ഉദ്ദേശിച്ച് നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന എത്രയോ ഇടവകക്കാർ എൻ്റെ ഇടവക പള്ളിയിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സമ്മാനം എൻ്റെ ഇടവകയിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. അവർക്കപ്പോൾ വിഷമായി. സമ്മാനപ്പൊതിയും പൂവും അങ്കിളിനെ ആൾക്കാർ സ്നേഹിക്കുന്നതിലുള്ള വിഷമം. അവൾ പറഞ്ഞു, അങ്കിളെ ഞാൻ അങ്കിളിനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. ഫുൾട്ടൻ ചേച്ചി പറഞ്ഞു, നീ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുള്ളൂ? ഇതിനേക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന എത്രയോ ഓൾട്ടർ ബോയ്സ് എൻ്റെ ഇടവകയിലുണ്ട്. അപ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയങ്കര വിഷമവും കണ്ണുകളിൽ നിന്ന് ധാരധാരയിട്ട് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അവളുടെ രണ്ട് കൈയും നിവർത്തി പിടിച്ചുകൊണ്ട് ഫുൾട്ടൻ ചേച്ചിയോട് പറയുകയാണ്, അങ്കിളിനെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. അങ്കിളിനെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇതിൽ പറഞ്ഞിട്ട് ഫുൾട്ടൻ ചേച്ചിനെ കുറിക്കുകയാണ്. അവളുടെ ആ വിരിഞ്ഞ കൈകളിൽ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതനെ ദർശിച്ചു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു ക്രൂശിത രൂപം കിടക്കുന്നുണ്ട്. അതിൽ ആ ക്രൂശിത രൂപത്തിലെ വിരിഞ്ഞ കൈകൾ നമുക്ക് വേണ്ടിയാണ്. അതിലെ തുളയ്ക്കപ്പെട്ട ആണികൾ നമുക്ക് വേണ്ടിയാണ്. നിറഞ്ഞ കണ്ണുകളും നമുക്ക് വേണ്ടിയാണ്. സ്വർഗത്തിലിരുന്ന സുഖമായിട്ടിരിക്കാനിരുന്ന ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒന്നാമനായി ഏറ്റവും ഉന്നതനായി മാലാഖമാരുടെ ആരാധനകൾ ശ്രവിച്ച് ആ സ്വർഗത്തിലിരിക്കാമായിരുന്ന ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു? നമ്മുടെ ചവിട്ടും തുപ്പുമേൽക്കാനാണോ? നമ്മുടെ ചമ്മട്ടിയടികളേൽക്കാനാണോ? നമ്മുടെ പരിഹാസങ്ങളും അവഹേളനങ്ങളും ഏൽക്കാനാണോ? നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്ന ദൈവത്തിന് തിരികെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും മാനുഷികമായ ഭൗതികമായ വികാര വിചാരങ്ങൾക്ക് പിന്നാലെ, സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ നമ്മളും പായുകയാണെങ്കിൽ നമ്മളും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നതിൽ സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതിൽ നമ്മളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആമേൻ.
ആൻ്റണീസിലെയും സെൻറ്റ് ലൂത്രാസ് യൂണിറ്റിലെ അംഗങ്ങൾക്ക് കാഴ്ച സമർപ്പണത്തിനായി ഇപ്പോൾ പുറകിലേക്ക് പോകാം. നമുക്ക് കാർസൂസ പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോർദാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട ത്രിത്വൈകത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് പ്രകാശമായ മിശിഹായിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ മിശിഹായുടെ പരിപാലകനായി പിതാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും സഭയുടെ പരിപാലകനായി പുത്രനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും കുടുംബങ്ങളുടെയും ബ്രഹ്മചാരികളുടെയും സഹായകനായി തിരുസഭയിൽ വണങ്ങപ്പെടുന്നവനുമായ വിശുദ്ധ മധ്യസ്ഥതയാൽ തിരുസഭയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയിൽ പരിപാലിക്കുകയും ആത്മീയവും ഭൗതികവുമായ എല്ലാ ശത്രുക്കളുടെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയദാസനെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. Thank you.
സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശാലയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തലങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയോട് സദൃശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ
നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ഈ ദാസന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ തിരുവനന്തപുരധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ വത്സല പിതാക്കന്മാരായ മാർ ടോണി മെത്രാന് വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോവുകയും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടിയും രോഗങ്ങളാൽ വലയുന്നവർക്ക് വേണ്ടിയും
സാമ്പത്തിക ബാധ്യതകളാൽ ഞെരുങ്ങുന്നവർക്ക് വേണ്ടിയും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് വേണ്ടിയും വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയും ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ഇന്നത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ചാലിശ്ശേരി കാളത്തോട്ടുകാരൻ മെയ് പീറ്ററിനും ഭവനത്തിന് വേണ്ടിയും വടക്കൻ മെറീന രാജുവിനും ഭവനത്തിന് വേണ്ടിയും ഈ ഇടവകയ്ക്ക് വേണ്ടിയും ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ലിജോച്ചന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും നീ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ശോഭിശിയായ നയിച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മെശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസനമെന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്തുതിക്കുകയും സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസനുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ദൈവജനത്തെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശ്രീരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഈ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ആമേൻ.
എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ വംശത്തെയും ലോകം മുഴുവനെയും ദുഷ്ടാരങ്ങളിൽ നിന്ന് മോചിക്കുകയും തന്റെ ശരീരങ്ങളാകുന്ന സ്വർഗീയദാനം നമ്മുടെ കടങ്ങളെ പ്രതിയായി നൽകുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും ആർത്തുകൊടുക്കുകയായിരിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. നമ്മെ ജീവിക്കുന്ന കർത്താവേ ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിനക്ക് അർഹമായി നമ്മെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാണ്. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. അവരുടെ വിശുദ്ധകരങ്ങളിൽ നിർമ്മലമായ കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളെ വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മൗനത്തിന് വേണ്ടിയുള്ള കലശമായി വേണ്ടി അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ നിരന്തരമായ ശ്വാസവും അങ്ങയുടെ കൂടായിരിക്കുവാൻ വചനം പ്രവേശിക്കുവാൻ തിരികെ ചേർക്കുവാൻ കർത്താവിനെയും അങ്ങയുടെ സഭയെ വിശുദ്ധരായിരിക്കുകയും ലോകവിശുദ്ധായ ഈശോ അങ്ങേയും വലിയ ശുശ്രൂഷയെ സ്വീകരിക്കണമേ. വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. ഏറ്റെടുത്ത് നടത്തിയ ചാലശ്ശേരി കാളത്തോട്ടുകാരൻ മേരി പീറ്റർ ആൻഡ് ഫാമിലിക്കും വടക്കൻ മറീന രാജു ആൻഡ് ഫാമിലിക്കും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഇന്ന് കാഴ്ച സമർപ്പണം നടത്തിയ ഷെർദാനഡീസ് യൂണിറ്റിലെയും സെൻറ്റ് ലൂബ്രാസ് യൂണിറ്റിലെയും കുടുംബാംഗങ്ങൾക്ക് തമ്പുരാൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. നാളെ വൈകിട്ട് 6 മണിക്കുള്ള നവനാൾ കുർബാന മധ്യേ കാഴ്ച സമർപ്പണം നടത്തേണ്ടത് സെൻറ്റ് ജോർജ് യൂണിറ്റിലെയും സെൻറ്റ് ഗോൺസാല യൂണിറ്റിലെയും കുടുംബാംഗങ്ങളാണ്. എല്ലാ കുടുംബാംഗങ്ങളും നിർബന്ധബുദ്ധി വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ഞായറാഴ്ച പതിവ് പോലെ 4 വിശുദ്ധ കുർബാനകളാണുള്ളത്. രാവിലെ 6:30 മണിക്ക് 8:30 മണിക്കുള്ള കുർബാന മതബോധന മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. ദിവസം പഠിക്കുന്ന മുഴുവൻ മക്കളെയും അതിലേക്ക് പറഞ്ഞയക്കണം. 3ാമത്തെ കുർബാന 10:30 മണിക്ക്, 4ാമത്തെ കുർബാന വൈകിട്ട് 6 മണിക്ക് അത് നവനാൾ കുർബാനയായി നടത്തുകയാണ്. നാളെ രാവിലെ 6:30ക്കുള്ള കുർബാനയ്ക്ക് ശേഷം കുടുംബസമ്മേളന ഭാരവാഹികളുടെയും മുഴുവൻ ഭാരവാഹികളുടെയും അമ്പത് തിരുനാൾ കമ്മിറ്റി കൺവീനേഴ്സിൻ്റെയും ജോയിൻറ്റ് കൺവീനേഴ്സിൻ്റെയും സംയുക്തമായ മീറ്റിംഗ്
കുർബാനയോടുകൂടെ കുർബാനയ്ക്ക് ശേഷം പാരിഷുകളിൽ ഉണ്ടായിരിക്കും. മുഴുവൻ കുടുംബസമേത ഭാരവാഹികളും തിരുനാൾ കമ്മിറ്റി കൺവീനേഴ്സ്, ജോയിൻറ്റ് കൺവീനേഴ്സ് രാവിലെ 6:30 കുർബാനയിൽ പങ്കെടുക്കുകയും തിരുനാളിൻ്റെ നടത്തിപ്പിനെ കുറിച്ചുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഈ മീറ്റിങ്ങിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചത് നവവൈദികനായ ബഹുമാനപ്പെട്ട മിഥുൻ വടക്കേത്തല അച്ഛനാണ്. അച്ഛൻ മനോഹരമായ പാട്ടുകുർബാനയും മനോഹരമായ പ്രസംഗവും നമുക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി അർപ്പിക്കുകയുണ്ടായി. അച്ഛൻ എൻ്റെ കൂടെ നെസ്റ്റിൽ ഒരു വർഷക്കാലം റീജൻസി ചെയ്ത അച്ഛനാണ്. അന്നത്തേക്കാൾ എത്രയോ പകരാൻ അച്ഛനെ വളർത്തിയിരിക്കുന്നു. അച്ഛൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മളോടൊത്ത് നമുക്ക് വേണ്ടി വിലയർപ്പിച്ചു. അച്ഛനോടുള്ള സെൻ്റ് ആൻസ് ഇടവകയുടെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. മിഥുനച്ഛൻ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് തിരുസഭയ്ക്കും ദൈവത്തിനും ദൈവജനത്തിനും വലിയ ഒരു വിശുദ്ധ സാന്നിധ്യമായി രൂപാന്തരപ്പെടട്ടെ എന്ന് അച്ഛൻ്റെ യാത്രയിൽ, വൈദിക ജീവിതയാത്രയിൽ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് സമാപന പ്രാർത്ഥനകൾക്കായി എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ കുർബാനയെ തുടർന്ന് ഇന്നലത്തേതുപോലെ ലതീന നൊവേന പ്രാർത്ഥനകൾ കൂടി ഉണ്ടാകും. അതുകൂടെ കഴിഞ്ഞ് എല്ലാവരും പോകാവൂ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാകർത്താം സ്ഥിരവും പരിശുദ്ധവും ജീവിതാംഗവും ദൈവികവുമായ ഈ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെടുന്ന നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതികൃത്യം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സ്നേഹനിറഞ്ഞ സഹോദരരെ, ഇന്ന ദിവസം ഇവിടെ എന്നെ വിളിക്കുവാൻ സന്മാനിച്ച ലിജോസിനും ദൈവത്തിലെ സജീവമായി പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞ 29-ാം തീയതിയായിരുന്നു എൻ്റെ പട്ടം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമ്പോൾ എന്നും പ്രാർത്ഥിക്കാൻ ഞാൻ പറയുന്നില്ല, എങ്ങാനും ഓർക്കാമെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളും. ഒരു സ്വന്തസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ ഒരു തൃത്വസ്തുതിയിൽ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധനിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീര രക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യാതിരേകത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്ന സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവം കനിവാർന്നരുളട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കനികയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ.
നീതിമാനായ മറിയോസേപ്പിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ നവോമയുടെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ വിദഗ്ധന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളിൽ തീക്ഷ്ണതയോടുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ ഗ്രൂപ്പ് അധ്യക്ഷനായ മാർ ആർട്ടിസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതരായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ നവോമയുടെയും വിശുദ്ധ സെന്റ് ജോസഫിന്റെയും ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അത്ഭുതകരമായ വിനങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മാർ യോസേഫിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ നവോമയുടെയും സുഹൃത്തുക്കൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിശുദ്ധ യോസേഫ് പിതാവിനെയും വിശുദ്ധ നവോമയെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും സ്നേഹപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും തിരുക്കുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ യോസേഫ് പിതാവിനെ സ്വർഗീയ വനങ്ങളാൽ അലങ്കരിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നിരന്തരം ഞങ്ങളെ പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കന്യകാമാതാവിനെയും ദിവ്യശിശുവിനെയും സംരക്ഷിക്കുവാൻ വേണ്ടി അവർ ഞങ്ങളായ ക്ലേശങ്ങൾ സഹിക്കുകയും കുടുംബജീവിതക്കാരുടെ മാതൃകയും സഭയുടെ സംരക്ഷണാവുകയും ചെയ്യുന്ന വിശുദ്ധ യോസേഫ് പിതാവിനെ പോലെ കുടുംബങ്ങളുടെയും സഭയുടെയും അവകാശ സംരക്ഷണത്തിനായി ക്ലേശങ്ങൾ സഹിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വന്ധ്യതയുടെയും അപമാനവും പേറി ഏറെ നാൾ തപസ്സിന്റെയും പ്രാർത്ഥനയുടെയും അരൂപിയിൽ ഉത്തമ ദാമ്പത്യ ജീവിതം നയിച്ചതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിന് ജന്മം നൽകാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച വിശുദ്ധ നവോമി യുവതിയുവാക്കൾക്ക് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കുന്നതിന് വേണ്ടിയും മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. യൂദയായ ഇളയമയായ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ മറിയത്തിന് പ്രചോദനമേകുകയും ബത്ലഹേമിലേക്കുള്ള യാത്രയിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും പ്രാർത്ഥനയാൽ തിരുകുടുംബത്തിന് തുണയും സംഗീതവുമാവുകയും ചെയ്ത വിശുദ്ധ നവോമി ഞങ്ങളുടെ ജീവിതയാത്രകളിൽ നേരിടുന്ന തടസ്സങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നീക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ സൈന്യാധിപൻ എന്ന സ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ സഹായത്തിനായി മുന്നോട്ട് വന്ന വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ തിരുസഭയ്ക്ക് വേണ്ടി ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അവർണ്ണനീയമായ പീഡനങ്ങൾ സഹിക്കുകയും രക്തസാക്ഷിത്വമകുടം ചൂടുകയും ചെയ്ത വിശുദ്ധന്റെ മാതൃക പിഞ്ചെന്ന വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിക്കുന്നതിനും എല്ലായിടത്തും ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നതിനുമുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നും നരകവാതിലുകൾ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്നും അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. അങ്ങേദാസരായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഔസേപിതാവിന്റെയും വിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് വിശ്വാസദാർഢ്യവും പുണ്യത്തിൽ അഭിവൃദ്ധിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും എല്ലാ വിധത്തിലുമുള്ള പകർച്ചവ്യാധികളിൽ നിന്നും, വിശിഷ്യ കൊറോണ വൈറസിൽ നിന്നും, പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അങ്ങയുടെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ യാചിക്കുന്ന ഈ പ്രത്യേക അനുഗ്രഹം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ വിശുദ്ധരുടെ മാധ്യസ്ഥമായി നമുക്ക് അപേക്ഷിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ